ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒട്ടുമിക്ക 90s കിഡ്സിൻ്റെയും ബാല്യകാലത്തിൽ മീൻ വളർത്താത്ത ഒരാൾ പോലും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നണേ കേട്ടോ. അങ്ങനെ ഒരു പ്രാന്തുള്ള ആൾ തന്നെയായിരുന്നു കേട്ടോ ഞാനും. പാടത്തും തോട്ടിന്നും ഒക്കെ മീനെ പിടിച്ച് കുപ്പിയിലാക്കിയും ചോറും പറ്റി ഇട്ട് കൊടുത്തും 3-4 ദിവസം കഴിയുമ്പോൾ ചത്തുപോവുകയും ചെയ്യും. അപ്പം ഇതെങ്ങനെയാണ് വളർത്തണേന്നോ അല്ലെങ്കിൽ എന്ത് ഫുഡാണ് കൊടുക്കണേന്നോ ഒന്നും അറിയണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ പല കൂട്ടുകാരും വീട്ടിൽ വളർത്തുന്ന മീനെന്ന് പറഞ്ഞിട്ട് ഗോൾഡ് ഫിഷിനെ കൊണ്ടുവരാൻ തുടങ്ങിയിട്ടാണ്. അപ്പോൾ അന്നൊക്കെ ഗോൾഡ് ഫിഷിന് അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് വാശി പിടിച്ചു, എനിക്കും വേണം നല്ല ബൗളിൽ വെക്കുന്ന, എനിക്കിങ്ങനെ കുപ്പിയിലിട്ട് വെക്കുന്ന മീനൊന്നും വേണ്ട, നല്ല ബൗളിൽ തന്നെ ഇട്ട് വെക്കുന്ന മീൻ വേണമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് കൊണ്ടുവന്നതാണ് ഈ ഗപ്പീനേട്ടാ. ആദ്യം എനിക്ക് അയ്യോ ഇത് ഇത്ര കുഞ്ഞൻ മീനാണല്ലോ, അവരുടെ വീട്ടിൽ കിടക്കുന്ന എന്തൊരു ഭംഗിയാണ്, നല്ല ഓറഞ്ച് കളർന്ന ചുവപ്പ് കളറിൽ എന്തൊരു രസമാണ് കാണാൻ എന്നൊക്കെ തോന്നിയായിരുന്നു കേട്ടോ. അപ്പോൾ അവരും പറഞ്ഞു ഇങ്ങനത്തെ മീൻ വാങ്ങിക്കായിരുന്നില്ലേ, ഇതല്ലേ കാണാൻ ഭംഗി എന്നൊക്കെ. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴുണ്ടല്ലോ എൻ്റെ ഉണ്ടായിരുന്ന 1-2 ഗപ്പികൾ പ്രസവിക്കാനും അതിൽ കുഞ്ഞുങ്ങൾ വരാനൊക്കെ തുടങ്ങിയപ്പോൾ എനിക്ക് എൻ്റെ ഇഷ്ടം കൂടുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ ഗോൾഡ് ഫിഷിന് ഇതുവരെ കുഞ്ഞുങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ, എൻ്റെ വീട്ടിലേ ഞാൻ ഇത്ര എണ്ണം വാങ്ങിച്ചിട്ട് ഇതാ ഇപ്പം ഇത്ര ആയി എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ അടുത്ത് ആരോ പറഞ്ഞു ഇതിങ്ങനെ ബൗളിൽ ഇട്ട് വെക്കുന്ന മീനല്ല, ബക്കറ്റിലോ എന്തെങ്കിലും വേണം ഇട്ട് വെക്കാൻ കേട്ടോ. അപ്പോൾ ആദ്യം ഒരു ബക്കറ്റിൽ ഇട്ട് വെച്ചു, പിന്നെ ഒരു ഇച്ചിരി വലിയ കുപ്പിയൊക്കെ കിട്ടിയപ്പോൾ അതിനകത്ത് ഇട്ട് വെച്ചു. പിന്നെയും കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇത്തിരി വലിയ ടാങ്കും കാര്യങ്ങളൊക്കെ വെക്കി വെച്ചു കേട്ടോ. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഒരു ഫ്രിഡ്ജിൻ്റെ ഒരു പഴയ ഫ്രിഡ്ജിൻ്റെ ഇത് കിട്ടിയതാണ് കേട്ടോ. ഞാൻ അതിനകത്താണ് ഇപ്പോൾ ഇട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പം എൻ്റെ ഉണ്ടായിരുന്ന ഒരുപാട് കളക്ഷൻസ് ഒക്കെ പോയി, കാരണം ഞാൻ സ്ഥിരമായിട്ട് നാട്ടിലില്ലല്ലോ. പക്ഷേ എനിക്ക് ഇവരോടുള്ള ഇഷ്ടത്തിൻ്റെ പേരിൽ ഇപ്പോഴും ഇതുങ്ങൾക്ക് തീറ്റ കൊടുക്കുകയും നോക്കുകയും ചെയ്യുന്നത് അച്ഛനും അമ്മയാണ് കേട്ടോ. ഞാൻ പുറത്തുനിന്ന് വന്നു കഴിയുമ്പോൾ, സൗദിയിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ആദ്യം എൻ്റെ വീട്ടിൽ ചുറ്റി നടന്ന് നോക്കുന്ന കുറച്ച് കാര്യങ്ങളുള്ളതിൽ ഏറ്റവും ഫസ്റ്റത്തേതാണ്. വെറൈറ്റികളുടെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷേ വാലിൽ പല കളറൊക്കെ കാണുമ്പോൾ ഞാൻ വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇടാറുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റി അമ്മ എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതൊക്കെ ഇപ്പോൾ പോയി എന്നാണ് എനിക്ക് തോന്നണേ. എന്നാലും സ്റ്റിൽ ഒരു 10-30 എണ്ണം അതിനകത്ത് കാണണം. അപ്പം ഞാൻ ഇതിൽ നിന്ന് ഒരു 2-3 എണ്ണത്തിനെടുത്ത് താമര വളർത്തിയേക്കുന്ന ബക്കറ്റിനകത്ത് ആ പോട്ടിനകത്ത് ഇടാന്ന് വിചാരിച്ചിട്ടാണ്. കാരണം കൊതുകിൻ്റെ ശല്യമൊക്കെ ഇത്തിരി കുറഞ്ഞു കിട്ടില്ല. ഈ ഗപ്പി കുഞ്ഞുങ്ങളെയൊക്കെ ഇവരുടെ അമ്മ തന്നെ തിന്നുന്ന കാണുമ്പോണ്ടല്ലോ അയ്യോ ഇതെങ്ങനെയാണ് സാധിക്കണേന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ അവരുടെ സർവൈവൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അന്നൊക്കെ ഗർഭിണിയായ ഗപ്പീനെ ഞാൻ മാറ്റിയിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ എടുക്കുന്നത് ഒരു ഹരം തന്നെയായിരുന്നു കേട്ടോ. ഓരോ ഗപ്പീനെ മാറ്റിയിട്ടിട്ട് ഇത്ര കുഞ്ഞുങ്ങളെ പ്രസവിച്ച് കിട്ടിയെന്നൊക്കെ ഞാൻ എഴുതി വെച്ചൊരു കുട്ടിക്കാലം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പോഴും ഈ ഗപ്പി പ്രാന്തുള്ള ആരെങ്കിലൊക്കെ ഉണ്ടാവും അല്ലേ. ഗപ്പിയോടുള്ള ഇഷ്ടമുണ്ടല്ലോ ഇനി എത്ര വലിയ മീൻ വന്നാലും മാറാൻ പോണില്ല.